വളരെ റിച്ചായ ടേസ്റ്റുള്ള പാവം പിടിച്ചൊരു കറിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കുകയില്ല. കാരണം വെച്ചാൽ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു കറിയാണ്. ഇതിന് വേറെ ഏതെങ്കിലും കണ്ടുമെടുത്ത കറികളുമായിട്ട് സാദൃശ്യം തോന്നുവാണെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രം കേട്ടോ. മഞ്ഞൾപ്പൊടി, പച്ചമുളക് എടുത്തിട്ടുള്ളതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ, എൻ്റെ മുളക് പൊടി തീരാറായി, കൊറിയാൻഡർ പൗഡർ, അതുപോലെ തന്നെ ഗരം മസാല, ഇച്ചിരി കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവോള ഏറെ എടുക്കണേ, അത് നന്നായിട്ട് വഴട്ടണം. മടി കാരണം ഞാൻ ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ടേക്ക് തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് പിന്നെയും വഴട്ടിയെടുക്കണം. മാഗിയുടെ മാജിക് ക്യൂബ്സ് ഒരു പകുതി ചേർക്കണം. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടേറ്റോ, അതുപോലെ തന്നെ മഷ്റൂം, ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് വഴട്ടി പിന്നെ അതിനകത്തോട്ടേക്ക് കുറച്ച് കൊറിയാണ്ടർ മല്ലിയില ചേർക്കണേ, അങ്ങ് വെതറണം. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി ഫ്രീസറിൽ അമങ്ങി ഇരുന്നതിനെ അങ്ങോട്ട് പുറത്തെടുത്ത് അതിനെയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കുന്നു. ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. അതായത് ഈ സമയത്ത് ഇറച്ചിക്ക് പകരം ചിക്കനും ചേർക്കാം. ഇനി കറി ആയിക്കഴിഞ്ഞ് മുട്ടയാണ് ഇഷ്ടമെങ്കിൽ മുട്ട പുഴുങ്ങിയത് ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി കുക്കർ അടച്ച് ഒരു 3 വിസിലടുപ്പിക്കുക. അത്രേ ഉള്ളൂ. ഇത് എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബണ്ണ്, ബ്രെഡ്, പൊറോട്ട, ചപ്പാത്തി, അല്ലെങ്കിൽ ചോറ്, പാലപ്പം എന്ന് വേണ്ട. അപ്പം ഒരു തങ്കപ്പെട്ട കറി ആയതുകൊണ്ട് ഇതിനെ തട്ടിക്കൂട്ട് തങ്കം കറി എന്ന് വേണമെങ്കിൽ വിളിക്കാം.